ചെറുതാണെങ്കിലും ഒരു നല്ല പൂന്തോട്ടം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. ആ ഒരു ഗാർഡൻ അല്ലെങ്കിൽ ഒരു ചെറിയ പൂന്തോട്ടം, അതിൽ വരുന്ന പൂക്കൾ, ഇലകൾ ഒക്കെ നമുക്ക് തരുന്ന സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ചെറിയ പ്ലാന്റുകൾ, അതായത് വില കുറഞ്ഞ പ്ലാന്റുകൾ, നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റുകളെ നമുക്ക് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ആ രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റിയ കുറച്ച് പ്ലാന്റുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ചാനലിൽ അധികവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് കുക്കിങ്ങും ഗാർഡനിങ്ങും ഗാർഡൻ ഐഡിയാസും ഗാർഡൻ ക്രാഫ്റ്റും അങ്ങനെ ഉള്ള വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ചാനലാണ്. അപ്പോൾ മറ്റ് വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഒന്ന് മുഖച്ഛായ മാറ്റിയെടുക്കുന്ന ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു കമ്പ് ഞാൻ നട്ട് വളർത്തി വളരെ ചെറുതായ രീതിയിലൊന്ന് വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പടർന്ന് പന്തലിച്ച് വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോട്ട് മിക്സ് ആയിട്ട് ചകിരിച്ചോറും പെർലൈറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതൊരു പോട്ടിലേക്ക്, അതായത് ഒരു വൈറ്റ് പോട്ടിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. കണ്ടോ, ഇപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ഇങ്ങനെ വളരുന്നതിന് കഴിഞ്ഞും എത്രയോ ഭംഗിയായിട്ടാണ് അതിൽ ചെറിയ പോട്ടിൽ വളർന്നു വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചെറിയ പീസായിട്ട് നമുക്ക് വളർത്തുവാണെങ്കിൽ ഇത് ഇൻഡോറിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്ന ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഇനി അടുത്തത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. വെയിലും മഴയും മഞ്ഞും ഒക്കെ കൊണ്ട് അതിൻ്റെ ലീഫൊക്കെ വൃത്തികേടായിട്ടുണ്ട്. എങ്കിലും ഞാനതൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആരും സാധാരണ വൈറ്റ് പോട്ടിലൊന്നും സെറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഗാർഡൻ ഒന്ന് ഭംഗിയാക്കാൻ, അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്ന പ്ലാന്റുകളിൽ ഒന്നാണിത്. ഇത് നമ്മുടെ പനിക്കൂർക്കയുടെയൊക്കെ സ്മെല്ലുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റും ഇതുപോലെ വൈറ്റ് പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇത് പുറത്തിരിക്കുമ്പോൾ അത്ര ഭംഗിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഒരു വൈറ്റ് പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ വരുവാണ് നമ്മുടെ വീട്ടിലെങ്കിൽ നമ്മൾ ഒരുപാട് ക്യാഷൊന്നും കൊടുത്ത് പുറത്തുനിന്ന് പ്ലാന്റ്സ് ഒന്നും വാങ്ങണ്ട. ഇത് അംബ്രല്ല പ്ലാന്റ് ആണ്. പൊതുവെ ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒക്കെ എല്ലാവരും വളർത്താറുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ ഔട്ട് സൈഡിലൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് അത്ര ഭംഗിയൊന്നും തോന്നാറില്ല. ഇതുപോലെ ചെറിയ പീസായിട്ട് വളർത്തിയെടുത്ത് ഇൻഡോറിൽ വയ്ക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഭംഗി നമുക്ക് തോന്നും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കോമൺ പ്ലാന്റുകളെ എടുത്ത് ചെറിയ പോട്ടുകൾ, നല്ല ഭംഗിയുള്ള പോട്ടുകളൊക്കെ മേടിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗാർഡൻ ഇൻഡോറിലാണേലും ഔട്ട്ഡോറിലാണേലും നല്ല ഭംഗിയായിട്ട് മാറും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഗാർഡനും നിങ്ങളുടെ ഇൻഡോർ ഗാർഡനൊക്കെ നിങ്ങൾ നല്ല ഭംഗിയാക്കി മാറ്റുക. ഇനിയും വൈറ്റ് പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ നമുക്ക് കലാത്തിയുടെ ഈ ഒരു പ്ലാന്റ് വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ ഫേണുകൾ ഏതായാലും നമുക്ക് വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്യാം. ഡ്രസീന ഇനത്തിൽപ്പെട്ട ഏത് പ്ലാന്റുകളും നമുക്ക് വൈറ്റ് പോട്ടുകളിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ സിങ്കോണിയം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഗാർഡൻ ഭംഗിയാക്കാൻ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഇപ്പുറമൊക്കെ ഒന്ന് നോക്കുക. വീടിൻ്റെ മുൻവശത്തും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്ലാന്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഒന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ഐഡിയാസും വ്ളോഗുകളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.